സർക്കാരിനൊക്കെ ഇഷ്ടമുള്ള നയങ്ങളൊക്കെ കൊണ്ടുവരാം. അത് വേറൊന്ന് ഇവിടുത്തെ മുസ്ലിങ്ങളെ നോക്കിയിട്ട് വയ്ക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾക്കാരെ നോക്കിയിട്ടല്ലോ, അവരെ നയം അനുസരിച്ചല്ലോ. സർക്കാരിന്റെ നയങ്ങളുണ്ടാവും. സമസ്ത ഐക്യം എന്ന് പറഞ്ഞാൽ അത് മുമ്പ് എപ്പോഴും നമ്മൾ പറയണതല്ലേ. അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ല നിലക്ക് നടക്കുന്നതിൽ നമുക്ക് എതിർപ്പൊന്നുമില്ല. അതിന് വേണ്ട പ്രവർത്തനങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവട്ടെ. ഐക്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിച്ചു തരട്ടെ. പിന്നെ സർക്കാരിന്റെ പുതിയ മദ്യനയമാണ് ഇപ്പോൾ ചർച്ചയായിട്ട് രാഷ്ട്രീയത്തിൽ വളരെ കൂടുതലൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ മദ്യനയത്തിൽ എന്താണ് സംസ്ഥയുടെ ഒരു നിലപാടെന്താണ്? അല്ല, മദ്യനയത്തിൽ ഇപ്പോൾ മദ്യത്തിനെ പറ്റി സംസ്ഥാന നിലപാട് ഇപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? സംസ്ഥാനൻ്റെ അല്ല, ഇസ്ലാമിന്റെ നിലപാട് മദ്യം ഒരു നിലക്കും, മദ്യം എന്നല്ല ഒരു മയക്കുമരുന്ന് ഒരു നിലക്കും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അവരുടെ നയത്തിന് നമ്മൾ എതിർക്കല്ല. അവർക്ക് സർക്കാരിനൊക്കെ ഇഷ്ടമുള്ള നയങ്ങളൊക്കെ കൊണ്ടുവരാം. അത് വേറൊന്ന്. ഇന്നലെ കാന്തപുരം ഒരു വേദിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ ഐക്യം അത് ഉടൻ തന്നെ സാധ്യമാകണം, ഈ പിളർപ്പിന് പിന്നിൽ നവീകരണ പ്രസ്ഥാനങ്ങളുടെ ഗൂഢാലോചനയാണ് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ഈ പ്രസ്താവന എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? സ്വാഗതം ചെയ്യുന്നുണ്ട്? അല്ല, അതങ്ങനെ ഐക്യം വേഗം പുലരണം എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. അതിനല്ലേ ഞാനും പറഞ്ഞത്. ഐക്യം പുലരാൻ ആവശ്യമാവുന്ന പ്രവർത്തനങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പിന്നെ അതിന്റെ പിറപ്പിന്റെ കാരണക്കാരാരാന്നുള്ളത് അത് അവരും ആവാം, നവീന പ്രസ്ഥാനക്കാരും അല്ലാത്തവരും ഒക്കെ ആവാം, ആരും ആവാം. ആര് അവരെന്ന് പറഞ്ഞാല് അവരെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നവീന പ്രസ്ഥാനക്കാരെ പറ്റി മാത്രമല്ല, അതിന് പലരും അതിന്റെ പിന്നിലുണ്ടാവാന്ന് അത്രേ പറഞ്ഞു. അത് ഈ കാന്തപുരം അതിന്റെ ആളാണോ അല്ലേ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്, മനസ്സിലായില്ലേ? അയാൾ ആ സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ആളല്ലോ, അപ്പൊ അയാൾക്ക് കുറച്ചുകൂടി അറിയും. അപ്പൊ അയാൾ പറഞ്ഞത് ഐക്യത്തിന് വേണ്ടിയുള്ള ചർച്ചകളൊക്കെ ഉണ്ടാവും കൂടുതലായി. ശ്രമിക്കാം. ഒരു തടസ്സമില്ല. താങ്കൾ മനസ്സിലാക്കുന്ന എന്താണ് ഇങ്ങനെ ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിരിക്കുന്ന കാര്യം? അല്ല, അങ്ങനെ ഇപ്പൊ പല പ്രസ്ഥാനങ്ങളും പല രാഷ്ട്രീയ കക്ഷികളൊക്കെ ഐക്യത്തിന് വേണ്ടി ശ്രമിക്കണില്ലേ? അത് ഇങ്ങനെ കുറെ അല്ല, ഞാൻ പറഞ്ഞത് നമ്മളെ തീയതി അതാണ്. മദ്യത്തിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കാന്നല്ല, മദ്യത്തിനോട് നമ്മൾ എതിരല്ലേ. അത് നമ്മൾക്ക് പറയാൻ പറ്റൂല. അത് അവര് പിന്മാറുന്നുണ്ടോ? അവരിപ്പോ നമ്മളെ നോക്കിയിട്ടല്ലല്ലോ സർക്കാർ ഭരിക്കണത്. ഇവിടുത്തെ മുസ്ലിങ്ങളെ നോക്കിയിട്ടാണ് ഭരിക്കണത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾക്കാരെ നോക്കിയിട്ടല്ലോ, അവരെ നയം അനുസരിച്ചല്ലോ. സർക്കാരിന്റെ നയങ്ങളുണ്ടാവും. അത് നമ്മൾ ചിലപ്പോൾ എതിർക്കപ്പെടാനായിരിക്കാം, ചിലപ്പോൾ നമുക്ക് അനുഭവിക്കപ്പെടാം. അത്രേ ഉള്ളൂ. അതായത് മുസ്ലിമിന്റെ നയം പൂർണ്ണമായിട്ടും വേണ്ട എന്നുള്ളതാണ്. ആരുടെ? സർക്കാരിന്റെ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ സംസ്ഥയുടെ പൂർണ്ണമായിട്ടും മദ്യം വേണ്ട, അല്ലെങ്കിൽ ലഹരി വേണ്ട എന്നുള്ളതാണ്. അല്ല, അതങ്ങനത്തെ അല്ലേ. ഇപ്പൊ നിങ്ങൾ നയം അങ്ങനല്ലേ? ഇത് മുസ്ലിം ആവണ്ടല്ലോ, ഏതൊരു തടി നയം അങ്ങനെ തന്നെയല്ലേ. ഇവിടെ ഇപ്പൊ ഈ തൂഫാന്നൊക്കെ പിന്നെ 22% കേരളത്തിലെ ജനങ്ങൾ മുസ്ലിങ്ങളാണ്. അവരുടെയും കൂടി സർക്കാരാണ് ഇങ്ങനെ മദ്യവ്യാപനത്തിന് വേണ്ടി. അത് അവരാണ് തീരുമാനിക്കേണ്ടത്. അവരും കൂടി കേട്ടോ. ഇവിടെ മുമ്പും മദ്യം ചെയ്യുന്നു. അപ്പൊ ഈ സർക്കാർ മദ്യത്തിൽ ഇവിടുത്തെ 1967 EMS മന്ത്രിസഭയിലാണ് ആദ്യമായിട്ട് PMCയിൽ ഉപസമിതി റിപ്പോർട്ട് വരുന്നവരെ കാക്കാൻ. അത് നമ്മൾ പറഞ്ഞല്ലോ.